നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ എക്സാമിനറിന്റെ +1 ബാച്ചിലും അതുപോലെ +2 ബാച്ചിലും ഇതുവരെ എടുത്തു കഴിഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റാണ്. എന്തിനാണ് സാർ ഇത് ഞങ്ങളെ കാണിക്കുന്നത്? കുറച്ചൊന്ന് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്, ഒരു ഫ്ലെക്സ് പോലെ കാണിക്കുന്നതാണ്. കാരണം ഞാനടക്കമുള്ള നമ്മുടെ എക്സാമിനർ ടീച്ചേഴ്സ് നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ലൈവായിട്ട് ഓരോ ചാപ്റ്റർ എടുത്ത് തീർക്കുന്നത്. അതേപോലെ തന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോ കുട്ടികളും വന്നിരുന്ന് പഠിച്ച് ആ ചാപ്റ്റേഴ്സ് തീർക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിൽ ഇല്ലാത്ത കുട്ടികളാണെങ്കിലും നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കണം എത്രയാണ് തീർക്കേണ്ടതെന്ന്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഇത്രയെങ്കിലും തീർത്താലേ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് കംപ്ലീറ്റ് സിലബസ് തീർത്ത് റിവിഷൻ ഒക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ട്രാക്കിലാവാൻ വേണ്ടി ഒരു മോട്ടിവേഷനും കൂടി വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ എന്താണ് സ്ഥിതി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. +2 ബാച്ചിലാണെങ്കിൽ മാത്സിന്റെ കാര്യത്തിലാണെങ്കിൽ വെക്ടർ ഓൾജിബ്ര എന്ന ചാപ്റ്റർ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3D ജോമെട്രി എന്ന ചാപ്റ്റർ ഈ വീക്ക് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ 2 ചാപ്റ്റർ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ആ 2 ചാപ്റ്റേഴ്സും December 31 കംപ്ലീറ്റ് ചെയ്ത് മാത്സിന്റെ ഫുൾ സിലബസ് ലൈവ് ക്ലാസ്സിലൂടെ കംപ്ലീറ്റ് നമ്മൾ സക്സസ്ഫുള്ളി തീർക്കുന്നതായിരിക്കും. ആൻഡ് നമ്മൾ +1 മാത്സിനെ നോക്കുകയാണെങ്കിൽ സെയിം സതിയാണ്. നമ്മൾ ഇതുവരെ നോക്കുകയാണെങ്കിൽ സീക്വൻസ് ആൻഡ് സീരീസ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്റർ ഈ വീക്ക് തീർക്കുകയും ഇത്രയും ചാപ്റ്റേഴ്സ് November 15 തീർക്കുകയും, ഇതൊക്കെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, അതും കൂടെ തീർക്കുകയും അങ്ങനെ സിലബസ് വീണ്ടും December 31 മാത്സിന്റെ കാര്യത്തിൽ നമ്മൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടത് ഈ മാത്സിൽ +2കാരാണെങ്കിൽ നിങ്ങൾ എത്ര ചാപ്റ്റർ ഇതുവരെ പഠിച്ചു തീർത്തു. സ്കൂളിൽ എടുത്തോന്നല്ല വെച്ചിരിക്കുന്നത്, പഠിച്ച് തീർത്തു. കാരണം ഇതൊക്കെ എടുത്ത് തീർക്കുകയല്ല, കുട്ടികൾ വന്നിരുന്ന് പഠിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. ഫിസിക്സിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ +2ലാണെങ്കിൽ റേ ഓപ്റ്റിക്സ്, കഴിഞ്ഞ ദിവസം ഞാൻ റേ ഓപ്റ്റിക്സ് എടുത്ത് തീർക്കുകയാണ് ചെയ്തത്. റേ ഓപ്റ്റിക്സിലെ കംപ്ലീറ്റ് സാധനം നമ്മൾ അവിടെ തീർത്തിട്ടുണ്ട്. എക്സ്ട്രാ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. +2കാരൊക്കെ ലൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലൈവ് ചാറ്റ് അല്ല, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. +1ലും ഫ്ലൂയിഡ്സ് വരെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഫ്ലൂയിഡ്സ് ഒരു കട്ടി ചാപ്റ്റർ ആയിരുന്നു, 3 സെഷൻ എടുത്ത് നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും അതും ഞാനായിരുന്നു എടുത്തത് അവർക്ക് വേണ്ടിയിട്ട്. അടിപൊളി നമ്മൾ എല്ലാവരും വന്ന് ലൈവൊക്കെ ഇരുന്ന് അടിപൊളി പഠിച്ചിട്ടുണ്ട്. കുറേ ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്റർ ആയിരുന്നു, എന്നാലും കുട്ടികൾ എല്ലാവരും പിടിച്ചിരുന്നിട്ടുണ്ട്. ഓക്കെ, ഫിസിക്സ് അങ്ങനെയാണ്. പിന്നെ ഈ വീക്ക് തീർക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കെമിസ്ട്രിയിൽ നമ്മുടെ ജസീൽ സാർ ഹാലോ എൽക്കീൻസ് വരെയുള്ള ചാപ്റ്ററാണ് തീർത്തത്. ആൻഡ് +1ൽ തെർമോഡൈനാമിക്സ് വരെയുള്ള ചാപ്റ്ററാണ് തീർത്തത്. November 15 മുൻപ് തീർക്കാണ്. അത് ക്രിസ്മസിനുള്ള ചാപ്റ്റേഴ്സും കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെഡോക്സ് തീർക്കുന്നതായിരിക്കും November 15 മുമ്പ്. ആൽഡിഹൈഡ്സ് കീറ്റോൺസും November 15 മുമ്പ് തീർക്കുന്നതായിരിക്കും കൃത്യമായി. ഓക്കെ, കെമിസ്ട്രിക്ക് ഇങ്ങനെയാണ്. ബയോളജിയിലെ കൊടുത്തിട്ടുണ്ട്, ഫുള്ള് വായിക്കാൻ സമയം വേസ്റ്റ് ആക്കുന്നില്ല. കമ്പ്യൂട്ടർ സയൻസിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങൾ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇത് ഫോളോ ചെയ്യുന്നുണ്ടാവും. ഫോളോ ചെയ്യുന്നില്ല, ഇത് ഫോളോ ചെയ്യണം. ഓക്കെ, ബാച്ചിൽ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ മക്കളെ ഇതാണ് നിങ്ങൾ പോകേണ്ട കറക്റ്റ് പേസ്. ഇത് ഭയങ്കര നേരത്തെ ഒന്നല്ല, നമ്മുടെ ബാച്ചിൽ ഭയങ്കര നേരത്തെ തീർത്തിട്ടുള്ള രീതിയിലൊന്നല്ല ചെയ്യുന്നത്. കറക്റ്റ് ടൈമിനാണ്. December 31 നിങ്ങൾ സിലബസ് തീർത്താൽ ജാനുവരി നിങ്ങൾക്ക് പ്രോപ്പറായി റിവിഷൻ ചെയ്യാനും മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാനും സമയം കിട്ടുള്ളൂ. ജാനുവരി റിവിഷൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും മറന്നു വരുന്നുണ്ടാവില്ല. അപ്പോൾ റിവിഷൻ ഒന്നല്ല, ഒന്നുകൂടി പഠിക്കുക തന്നെ ആയിരിക്കും കുറേയൊക്കെ കാര്യങ്ങൾ, മനസ്സിലല്ലേ? എന്നിട്ട് ഫെബ്രുവരിയിൽ ആക്ച്വലി റിവിഷൻ ചെയ്തിട്ട് പരീക്ഷ എഴുതാണെങ്കിൽ ഈ ടൈം ലൈൻ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യുന്നില്ല, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഇതുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക. ക്ലാസ്സുകൾ വേണമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഈ എല്ലാ ക്ലാസ്സുകളും കിട്ടും. ഫസ്റ്റ് ചാപ്റ്റർ മുതലുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ ആ ലൈവിന്റെ എല്ലാ റെക്കോർഡിങ്ങും ആപ്പിലുണ്ടാവും. ആ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് കൂടാതെ ഓരോ ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ സൊല്യൂഷൻസ് ഉണ്ട്, വർക്ക്ഷീറ്റ്സ് ഉണ്ട്. അതല്ലാതെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മുടെ ബാച്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം എന്തൊക്കെയാണ് നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ആയിട്ട് വീഡിയോസ് ആയിട്ട് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അത്രയും കാര്യങ്ങളായിരിക്കും. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ള പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ വേണ്ടി ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ബാച്ചിൽ ഉണ്ടാവുന്നതായിരിക്കും. അതിലേതാണ് പ്രയോറിറ്റി കൂടുതൽ ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ ലൈവ് ക്ലാസ്സിലൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലാണ്ട് ഇത് പിടിച്ചോ നിങ്ങൾ പോയി കണ്ടോ എന്ന് പറഞ്ഞുള്ള രീതിയിലല്ല നമ്മൾ ബാച്ച് നടത്തുന്നത്. ബാച്ചിൽ ഉള്ളവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇപ്പോഴും ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോഴൊക്കെയാണ് നല്ല ടൈം. ഒരു ടൈം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ജാനുവരിയിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ ഗുണം ഉണ്ടാവില്ല. എക്സാമിൻ്റെ ഗുണം ഉണ്ടാവും, ഫീസ് കിട്ടിയിട്ട്, പക്ഷേ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ ഫീസ് നിങ്ങൾ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ദീപാവലി ഓഫർ നമ്മൾ വീണ്ടും അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. കുറേ കുട്ടികൾ പറഞ്ഞുകൊണ്ട് 3499 ആണ് നമ്മുടെ +1 അഗ്നി ബാച്ചിൻ്റെ ഫീസ്. +2 വരെ ബാച്ചിന് സെയിം ഫീസാണ്. നിങ്ങൾ എൻട്രൻസ് ബാച്ചിനും കൂടി പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ടോട്ടൽ ഫീസ് വരുന്നത് 6000 ആണ്. അതിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൻ്റെ ക്ലാസ്സും കിട്ടും, എൻട്രൻസിന് വേണ്ടി സെപ്പറേറ്റ് ക്ലാസ് എൻട്രൻസ് കഴിയുന്നവരെ, അത് എക്സാം ഉള്ള സമയത്ത് വരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യണം, താഴെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണം ജോയിൻ ചെയ്യാം. പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, അത്രയ്ക്ക് പറയാനുള്ളൂ. ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇനി നിങ്ങൾ ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല കാര്യമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് മിനിമം ഈ ഒരു ടൈം ലൈൻ കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് പറയാനുള്ളൂ.
അടിപൊളിയായിട്ട് നമുക്ക് തകർക്കണേ. കുറേ കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നിങ്ങൾ ഈ ബേസിക് ആയിട്ട് ഈ ചാപ്റ്റേഴ്സിന്റെ ലോജിക്കും ഈ ചാപ്റ്റേഴ്സിലെ ബേസിക് കോൺസെപ്റ്റും തീർക്കണം. ആ ഒരു മിനിമം കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാമിന്റെ ടൈമിൽ മാരത്തോണിൽ, അത് ക്രിസ്മസ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ, മാരത്തോണും കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് തകർക്കാം. അത്രേ പറഞ്ഞുള്ളൂ മക്കളെ. ബൈ ബൈ, ടേക്ക് കെയർ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.